തിരുവനന്തപുരത്തെ PSC പരീക്ഷാ ആൾമാറാട്ട കേസിൽ പ്രതികൾ കോടതിയിൽ കീഴടങ്ങി. അഖിൽജിത്തും അമൽജിത്തുമാണ് തിരുവനന്തപുരം CJM കോടതിയിലെത്തി കീഴടങ്ങിയത്. മുഖ്യപ്രതിയായ അമൽജിത്തിന് വേണ്ടി ആൾമാറാട്ടം നടത്തിയത് സഹോദരൻ അഖിൽജിത്താണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രതികളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി MK വിനോദ് ചേർന്നുണ്ട്. വിനോദ, പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നു. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു കേസിൽ എന്താണ് കൃത്യമായി നടന്നത്, ഈ ഒരു വിഷയത്തിൽ എന്താണ് കൃത്യമായിട്ടുള്ള തട്ടിപ്പ് നടന്നത് എന്നുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായൊരു അന്വേഷണം ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത്? തീർച്ചയായും വിഷ്ണു, PSC പരീക്ഷയിലാണ് ഏറ്റവും പുതിയ ഒരു ആൾമാറാട്ട കേസ് ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കേരള സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിലാണ് ഈ ആൾമാറാട്ടം നടന്നത്. അമൽജിത്ത് എന്ന് പറയുന്ന പരീക്ഷാർത്ഥി പൂജപ്പുരയിലെ ഒരു സ്കൂളിലായിരുന്നു പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ലെറ്റർ ലഭിച്ചിരുന്നത്. ഇതിന് പകരം പരീക്ഷ എഴുതാൻ എത്തിയത് അമൽജിത്തിൻ്റെ സഹോദരനായിട്ടുള്ള അഖിൽജിത്താണ്. പക്ഷേ അവിടെ PSCയുടെ വിജിലൻസ് വിഭാഗം വളരെ പെട്ടെന്ന് സംശയം തോന്നിയ ഒരു പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഈ അഖിൽജിത്ത് എന്ന് പറഞ്ഞ ആൾ, അമൽജിത്തിന് വേണ്ടി പരീക്ഷ എഴുതാൻ വന്ന ആൾ വളരെ പെട്ടെന്ന് സ്കൂളിൻ്റെ മതിൽ ചാടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആളിനെ തിരിച്ചറിഞ്ഞു, CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേമം സ്വദേശിയാണ് ഇവർ രണ്ടുപേരും. അങ്ങനെ അമൽജിത്തിനെയും അഖിൽജിത്തിനെയും അന്വേഷിച്ച് പോലീസ് വീട്ടിലെത്തിയപ്പോൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല, അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരെ അന്വേഷിച്ച് വരികയായിരുന്നു അമൽജിത്തിനെയും അഖിൽജിത്തിനെയും. ആൾമാറാട്ടം നടത്തിയ യുവാക്കളായിരുന്നു. എന്നാൽ ഇന്ന് വളരെ പെട്ടെന്നാണ്, വളരെ നാടകീയമായിട്ട് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം CJM കോടതി മുമ്പാകെ ഇവർ കീഴടങ്ങുകയായിരുന്നു. ഇവരെ പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്തായാലും PSC പരീക്ഷയിൽ ഇത്തരത്തിലുള്ള ആൾമാറാട്ടം നടക്കുന്നുണ്ട്, കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രകടമായ തെളിവാണിപ്പോൾ പുറത്തു വന്നത്. വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഇവർ രണ്ടുപേരും സഹോദരങ്ങളെ, തൻ്റെ ജ്യേഷ്ഠനെ സഹായിക്കാൻ അനുജൻ നടത്തിയ ഒരു ആൾമാറാട്ടമാണ് ഇപ്പോൾ പൊളിയുന്നത്. അതിൻ്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും PSCയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആൾമാറാട്ട സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം മുൻകരുതലെടുക്കാം എന്നതിൻ്റെ ഒരു വലിയ സൂചന കൂടി ഈ ഒരു സംഭവത്തോടു കൂടി പുറത്തു വരികയാണ്.